the body in equilibrium. This call is now being recorded. ഓഡിയോയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇത് നമ്മൾ രണ്ടും ഇന്നലെ പറഞ്ഞാണ്. അപ്പോൾ ഓഡിയോ ഓക്കെ അല്ലേ? ഓഡിയോ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓഡിയോ ഓക്കെ അല്ലേ? വോയിസ് ബ്രേക്ക് ഉണ്ടോ ഇപ്പോഴും? സ്റ്റിൽ നെറ്റിന് എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നമുണ്ട്. എത്രയ്ക്ക് മാത്രമാണോ എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ഉണ്ടോ? ആ സാറേ, ബ്രേക്ക് ഉണ്ട്. വോയിസ് ബ്രേക്ക് ഉണ്ട്. ഞാൻ വോയിസ് മൊബൈലിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ഉണ്ടാവില്ല. ബ്രേക്കിന് ലാപ്പിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അങ്ങനെ ചെയ്തോട്ടെ. എന്താ കൂടെയാണ് നോക്കാം. ശരിയാവില്ല. വോയിസ് ബ്രേക്ക് തന്നെ പറയണല്ലോ. ഇപ്പൊ ഒന്നുകൂടിയും വോയിസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഇപ്പോഴും വോയിസ് ബ്രേക്ക് തന്നെ പറയും. ഇപ്പോഴും വോയിസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടി ഓഫ് ചെയ്ത് നോക്കി അതിന്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വോയിസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയും. എന്തായാലും ഓക്കെ, ട്രൈ ഫ്രം മൊബൈൽ നോക്കാം. ഓക്കെ, ഇനി ബ്രേക്ക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ ഞാൻ മൊബൈലിൻ്റെ ഓഡിയോ ആണ് ഉപയോഗിക്കുന്നത്, ലാപ്പിൽ പ്രസൻറ്റ് ചെയ്യണു. ഇപ്പോഴും വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഇപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും വോയിസ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം. നമുക്ക് ഇൻക്ലൈൻഡ് ബോഡി കെപ്റ്റ് ഓൺ ബോഡി കെപ്റ്റ് ഓൺ ഇൻക്ലൈൻഡ് സർഫേസ്. വി ഗോട്ട് 2 types of equilibrium നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ equilibrium of a body which will try to keep the minimum force required to keep the body in equilibrium. Second one is the maximum force required to keep the body in equilibrium. രണ്ട് ടൈപ്പിലും നമുക്ക് ആദ്യത്തെ കേസിലാണെങ്കിൽ നോർമലി ഒരു ഇൻക്ലൈൻഡ് സർഫേസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ there will be a friction which will try to restrict the downward motion of the body. ആ ബോഡിയുടെ ഡൗൺവേർഡ് മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന മോഡലിലായിരിക്കും നമുക്കൊരു ഫോഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൂടി കൊടുത്താലേ വി ക്യാൻ കീപ് ദ ബോഡി ഇൻ ഇക്വിലിബ്രിയം. Okay, that is the minimum force required to keep the body in equilibrium. താഴേക്ക് വീഴാതെ ജസ്റ്റ് കീപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് ദ മാക്സിമം ഫോഴ്സ്. ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫോഴ്സ് എത്രയാണ്? സച്ച് ദാറ്റ് ദ ബോഡി ഷുഡ് നോട്ട് മൂവ് അപ്വേർഡ്. ബോഡി അപ്വേർഡ് മൂവ് ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫോഴ്സ് എത്രയാണ്? അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് എക്സ്ട്രാ കൊടുത്താൽ ദ ബോഡി വിൽ സ്റ്റാർട്ട് മൂവിങ് അപ്വേർഡ്. സോ ദിസ് ഇസ് ദ മാക്സിമം ഫോഴ്സ് റിക്വയർഡ് ടു മാക്സിമം ഫോഴ്സ് ക്യാൻ അപ്ലൈഡ് ഓൺ ദിസ് സിസ്റ്റം ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ഈ കേസിൽ ബോഡിയുടെ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ബോഡി ജസ്റ്റ് മൂവിങ് അപ്വേർഡ് തൊട്ട് മുന്നേ ഉള്ള പോയിൻ്റാണ്. അപ്പോൾ അതിൽ ഫ്രിക്ഷൻ ഫോഴ്സ് അപ്വേർഡ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന മോഡലായിരിക്കും. സോ ദ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ടൈപ്പിൽ വരാറുണ്ട്. ഇപ്പോൾ ഇതേപോലെ മാത്രമല്ല, ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ ഫോഴ്സ് വി ഷുഡ് അപ്ലൈ ടു മൂവ് ദ ബോഡി ഇൻ അപ്വേർഡ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഇൻക്ലൈൻഡ് സർഫേസിലൊരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട് വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 30 degree ആൻഡ് വി ഹാവ് ടു പുഷ് ദ block in upward direction. So what is the minimum force we have to apply to move the block in upward direction? അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വി ഹാവ് ടു കീപ് ദ ഒബ്ജക്റ്റ് താഴേക്ക് വീഴാതെ ജസ്റ്റ് അതിൻ്റെ പൊസിഷനിൽ റെസ്റ്റ് ചെയ്യണം. രണ്ട് ടൈപ്പിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ വി വിൽ ബി അനലൈസിങ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി വിൽ ബി കൺസിഡറിങ് ദ ആക്സിസ്. വൺ ഈസ് പാരലൽ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് അനദർ വൺ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇങ്ങനെ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ വി ആർ കൺസിഡറിങ് ദ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മിനിമം ഫോഴ്സിൻ്റെ കേസാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. മിനിമം ഫോഴ്സിൻ്റെ കേസ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് റെഫറൻസ് ആക്സിസ്. ഫസ്റ്റ് വൺ നമ്മൾ പാരലൽ ടു ദ സർഫസ്. ഇത് സർഫസിന് പാരലായിട്ട് നമ്മൾ റെഫറൻസ് ആക്സിസ് വരച്ചു. ആൻഡ് സെക്കൻഡ് വൺ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്.
രണ്ട് റെഫറൻസ് ആക്സ് വെച്ചു. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് റെഫറൻസ് ആക്സ് ചൂസ് ചെയ്യാൻ കാരണം? നമ്മളിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? വി ഗോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്, റിയാക്ഷൻ ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മൾ വരച്ച ആക്സിസിന് പാരലായിട്ടാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്, റിയാക്ഷൻ. വെയിറ്റ് മാത്രമാണ് ഇൻക്ലൈൻ ടു നമ്മുടെ റെഫറൻസ് ആക്സ് ആയിട്ട് കിട്ടുന്നത്. സോ നമ്മൾ റിസോൾവിങ് വിത്ത് റെസ്പെക്ട് ടു പെർപെൻഡിക്കുലർ ആക്സിസ്, രണ്ട് പെർപെൻഡിക്കുലർ ആക്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടിയിട്ട് വെയിറ്റിനെ മാത്രമേ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് എഴുതേണ്ടി വരുള്ളൂ. വെയിറ്റിനെ മാത്രമേ നമുക്ക് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് എഴുതേണ്ടി വരുള്ളൂ. So this will be W cos alpha and this will be W sin alpha. ബാക്കി മൂന്ന് ഫോഴ്സും, the other three forces is either parallel to our reference axis or perpendicular to our reference axis. അപ്പോൾ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യേണ്ട കേസ് വരില്ല. ഇപ്പം നോർമൽ കൺവെൻഷണൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിൽ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു റിസോൾവ് ദ അതർ ത്രീ കോമ്പണൻസ്. നമുക്ക് വെയിറ്റ് മാത്രമേ റിസോൾവ് ചെയ്യാതിരിക്കേണ്ടി വരുള്ളൂ, ബാക്കി മൂന്ന് ഫോഴ്സിനെയും നമുക്ക് റിസോൾവ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് വൈ വി ആർ ടേക്കിംഗ് എ റെഫറൻസ് ആക്സിസ് വിച്ച് ഈസ് മോർ കൺവീനിയൻറ്റ് ടു അസ്. നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ആക്സിസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, നൗ വി ആർ റിസോൾവിംഗ് ദ ഫോഴ്സ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഫസ്റ്റ് വൺ, ഐ വിൽ ബി റിസോൾവിംഗ് ദ ഫോഴ്സ് പാരലൽ ടു ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിന് പാരലായിട്ട് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്ലൈഡ് ഫോഴ്സും പാരലായിട്ട് ആക്ട് ചെയ്യുന്നു. വേറെ ഏതെങ്കിലും ഫോഴ്സ് പാരലായിട്ട് ആക്ട് ചെയ്യണോ? വൺ മോർ ഫോഴ്സ് ഇസ് ദർ. വെയിറ്റിൻ്റെ രണ്ട് കോമ്പണൻ്റ് ഉണ്ട്. വൺ കോമ്പണൻ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വൺ കോമ്പണൻ്റ് ഈസ് വെർട്ടിക്കൽ. Vertical to our reference axis. So W sin alpha is the component which is vertical to our reference axis. Parallel to our reference axis. Okay. So എങ്ങനെയാണ് ഈ ആൽഫ ഇവിടേക്ക് മാർക്ക് ചെയ്ത്? ആൽഫ ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദിസ് പ്ലെയിൻ. നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്താണ്. അപ്പോൾ ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടേക്ക് എഴുതാൻ പറ്റും ആൽഫ ഇവിടെ ആയിരുന്നു. ഓൾറെഡി നമ്മൾ ഇൻക്ലൈൻ സർഫസിൽ ബോളിരിക്കുന്ന പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്താണ്. ഇൻക്ലൈൻ സർഫസിൽ ബോളിരിക്കുന്ന പ്രോബ്ലം. സോ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടെങ്കിൽ ഒബിയസ്ലി ഇവിടെ റിയാക്ഷൻ വരും. റിയാക്ഷൻ മേക്ക് ചെയ്യണ ആംഗിളും തീറ്റയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു ആംഗിൾ ആൽഫ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ വരും. റിയാക്ഷനും പഠിക്കുന്ന നമ്മളുടെ ആംഗിളാണ് ആൽഫ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. സെയിം സിറ്റുവേഷൻ തന്നെ, തിരിച്ച് വരച്ച് മാത്രമേ ഉള്ളൂ. ഈ ബോൾ ഇവിടേക്ക് വരച്ച കാര്യം നമുക്ക് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ആൽഫയുടെ വാല്യൂ എങ്ങനെ വന്നു എന്നുള്ളത് സ്ട്രെസ് ചെയ്യാത്തത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും വി ഹാവ് എ റെഫറൻസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹാവിങ് ആൻ ആംഗിൾ സം theta 20 degree or 30 degree ഉണ്ടാവും. that 20 degree will come over here also. വെയിറ്റ് നമ്മുടെ വെർട്ടിക്കൽ റെഫറൻസ് ആക്സ്, നമ്മുടെ റെഫറൻസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ റെഫറൻസ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് പ്ലെയിൻ്റെ ഇൻക്ലൈൻ സർഫസിൻ്റെ സെയിം ആംഗിൾ ആയിരിക്കും. ഓക്കെ, എങ്ങനെ വന്നു എന്നുള്ളതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ വന്നു എന്ന് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. ഡയറക്റ്റായിട്ട് ഇവിടെ എത്രയാണോ ആംഗിൾ, ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. So we got three forces in the horizontal direction. F1 is horizontal, W sin alpha is horizontal, P1 is horizontal. So F1 and P1 towards right, W towards left. So W will be taken negative sign, F1 and P1 will be taken positive sign. So I can write P1 is equal to, or P1 plus F1 is equal to P1 plus F1 is equal to W sin alpha എന്ന് എനിക്ക് എഴുതാൻ പറ്റും. Or I can write P1 is equal to W sin alpha minus F1. F1 എന്ന് പറയുന്നത് എന്താ? mu into R1. Frictional force എന്ന് പറയുന്നത് coefficient of friction into reaction force. So this is our first equation, solving the force in a horizontal direction. Okay. Now we are going for the second equation. For that we will be resolving the force in a vertical direction. Vertically ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട്? Vertically we got the reaction R1, that's vertical, and another component, that's a W cos alpha. This is vertical. R1 is an upward direction, that is positive. W cos alpha is in downward direction, that is negative. So we can write R1 is equal to W cos alpha. So R1 is equal to W cos alpha. We can write R1 is equal to W cos alpha. This is our second equation. Solving force horizontally we got one equation. Solving force vertically we got another equation. So and we are substituting the value of R1 in equation number 1. നമുക്ക് already equation number കിട്ടിയിരുന്നു. ഇതിൽ R1 ന് പകരം we are substituting the value of W cos alpha.
ഫസ്റ്റ് ഇക്വേഷനിൽ ഡബ്ല്യു സൈൻ ആൽഫ മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് ആൽഫ എന്ന് വരും. ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബി ഡബ്ല്യു സൈൻ ആൽഫ മൈനസ് മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് ആൽഫ. ഡബ്ല്യു കോമൺ ഫാക്ടറാണ്, ഡബ്ല്യു കോമൺ ഫാക്ടറാണ് പുറത്തേക്ക് എടുത്തു. സോ വിൽ ബി റൈറ്റിംഗ് ഡബ്ല്യു ഇൻറ്റു സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ. ഇനി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ മ്യൂ. ഈ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഒരിക്കൽ മുന്നേ പറഞ്ഞതാണ്. മ്യൂ ഇസ് എ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞതാണ്. മ്യൂ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ ടാൻ ഫൈ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഫൈ ഈസ് ദ ആംഗിൾ. നമ്മൾ ഒരിക്കലും സ്ലിപ്പ് ആവാതെ ഒരു സർഫസിലിരിക്കാൻ പറ്റാവുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗിൾ നമ്മൾ ഫൈ എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റീപോസ്. ആദ്യം നമ്മൾ ഫ്രിക്ഷൻ പറഞ്ഞു പോയതാണ്. ചോദിക്കാറുണ്ട് കേട്ടോ ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്നൊക്കെ, അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ചോദിച്ചിട്ട് നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മ്യൂ വി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ടാൻ ഫൈ. അപ്പോൾ ടാൻ ഫൈയുടെ വാല്യൂ എവിടെ നിന്ന് കിട്ടിയത്? ടാൻ ഫൈ ഇസ് ദ ആംഗിൾ ഓഫ് ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റീപോസ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ ടാൻ ഫൈ എന്ന് പറഞ്ഞിട്ടും എഴുതാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ ടാൻ ഫൈ എന്ന് പറഞ്ഞിട്ടും എഴുതാറുണ്ട്. സോ അവർ ഇക്വേഷൻ വിൽ ബിക്കം P1 is equal to W into sin alpha tan phi cos alpha. ഇനി ഇതിൽ നമുക്ക് ഒരു സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വി വിൽ ബി മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് വിത്ത് കോസ് ഫൈ. രണ്ട് സൈഡിനെ നമ്മൾ കോസ് ഫൈ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദിസ് വിൽ ബിക്കം P1 cos ഫൈ W ഇൻറ്റു W കോസ് ഫൈ. കോസ് ഫൈൻ്റെ രണ്ട് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സൈൻ ആൽഫ കോസ് ഫൈ മൈനസ് ടാൻ ഫൈ കോസ് ആൽഫ. അപ്പോൾ ടാൻ ഫൈ കോസ് ആൽഫ ഇൻറ്റു കോസ് ഫൈ അങ്ങനെ വരും. അപ്പോൾ ഇതിലത്തെ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? സൈൻ ഫൈ ഡിവൈഡ് ബൈ കോസ് ഫൈ അല്ലേ. ഇതിൽ കോസ് ഫൈയും ഈ കോസ് ഫൈയും ക്യാൻസൽ ചെയ്ത് ബാക്കി സൈൻ ഫൈ കോസ് ആൽഫ എന്നാവും. ദാറ്റ് ഈസ് സൈൻ ഫൈ കോസ് ആൽഫ എന്നാവും. ദിസ് വിൽ ബിക്കം സൈൻ ആൽഫ ഇൻറ്റു കോസ് ഫൈ. നമ്മൾ എന്താ ചെയ്ത് രണ്ട് സൈഡിനെയും കോസ് ഫൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അവർ ഇക്വേഷൻ വിൽ ബിക്കം W സൈൻ ആൽഫ കോസ് ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ആൽഫ. This is the sin A cos B minus cos A sin B. That is the equation for sin A minus B. പറഞ്ഞല്ലോ പണ്ട് കുറച്ച് ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത്, അത് ചിലപ്പോൾ ഒന്ന് ആവശ്യം വരും. W is equal to sin A minus B, or we can, ഇവിടെ ഒരു cos ഫൈയും കൂടി ഉണ്ടായിരുന്നു, അതിനെയും കൂടിയും റൈറ്റ് സൈഡിലേക്ക് കൊടുക്കും. സോ വി ക്യാൻ റൈറ്റ് P1 is equal to sin alpha minus phi divided by cos phi into W. ഇക്വേഷൻ ഡെറിവേഷനൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഈ ഇക്വേഷനും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതും വരാറില്ല. നമ്മൾക്ക് റയറായിട്ടാണ് ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നോർമലി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിസോൾവ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. അപ്പോൾ എനിവേ എന്നാലും ഓർത്ത് വയ്ക്കുന്നതാണ് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടെന്നും ദിസ് ഈസ് ദ മിനിമം ഫോഴ്സ് റിക്വയർഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യും, മെക്കാനിക്സ് സബ്ജക്റ്റാണ്, അത് കമ്പ്യൂട്ടർ സയൻസ് ഗേറ്റ് ആണെങ്കിലും മെക്കാനിക്സ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ് വേണമല്ലോ. സോ ഇറ്റ്സ് ദ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ഒബ്ജക്റ്റ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് W സൈൻ ആൽഫ മൈനസ് ഫൈ ബൈ കോസ് ഫൈ. ഫൈ ഈസ് ദ ഫൈ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ടാൻ ഫൈ ഈക്വൽ ടു മ്യൂ. അതിൽ നിന്നാണ് നമ്മൾ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൽഫ ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ. ആ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷനാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ ഫൈ ആയി. ദിസ് ഈസ് ഇക്വേഷൻ ഫോർ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ഒബ്ജക്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്നാലും നമുക്ക് കൂടുതലും ഈ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ അത്ര കോമൺ ആയിട്ട് ചോദിക്കാറില്ല. ഓക്കെ, ഇത് തന്നെ നമുക്കൊരു സിസ്റ്റം കൂടി ചെയ്യാണ്ട്, ദാറ്റ് ഈസ് എ മാക്സിമം ഫോഴ്സ്. രണ്ടാമത്തെ കേസ് കൂടി ചെയ്യാണ്ട് മാക്സിമം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ മാക്സിമം ഫോഴ്സ് എന്തായിരുന്നു? കഴിഞ്ഞ ഫിഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാത്രം നമുക്ക് ചേഞ്ച് വരുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായി? അപ്വേർഡ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന മോഡലായിരിക്കും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്വേർഡ് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന മോഡലായിരിക്കും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അഗൈൻ വി വിൽ ബി ഡ്രോയിങ് ദ റെഫറൻസ് ആക്സിസ്. One is parallel to our plane and another one is perpendicular to our plane. This is our reference axis. So we will get the two components for the W. This is W sin alpha and this is W cos alpha. So equation എല്ലാം സെയിം ആണ്. നേരത്തെ ഒരു നെഗറ്റീവ് വന്നോടത്ത് ഇപ്പോൾ ഒരു പ്ലസ് ആവും.
ഹൊറിസോണ്ടൽ ഫോഴ്സിൽ സോൾവ് ചെയ്യുമ്പോൾ വി ഗോട്ട് 3 കോമ്പണൻസ് F2, W sin alpha, P2. ഓക്കെ, ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സിൽ സോൾവ് ചെയ്യുമ്പോൾ വി ഗോട്ട് 2 കോമ്പണൻസ് R2 ആൻഡ് W cos alpha. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്ത് പഠിക്കാം. ഇവിടെ P1 = W sin alpha minus phi divided by cos phi ആയിരുന്നു. ഇവിടെ sin alpha plus phi divided by cos phi. അപ്പോൾ ഇക്വേഷൻ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ദിസ് ഇസ് ദ മിനിമം ഫോഴ്സ് റിക്വയർഡ്, ദിസ് ഇസ് മാക്സിമം ഫോഴ്സ് can be applied on a system or on a block to keep the system in equilibrium. മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരും, മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും. സൈൻ ആൽഫ പ്ലസ് ഫൈവ്, സൈൻ ആൽഫ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ കോസ് ഫൈവ് ഇൻറ്റു ഡബ്ല്യു. ഓക്കെ, നമുക്ക് രണ്ട് കേസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എക്സാമിന് നമുക്ക് കൂടുതലും റിസോൾവ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണ്ടായിരുന്നു. കാരണം മിക്കവാറും 10 മാർക്സിൻ്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റെപ്പിന് കുറച്ച് മാർക്കുകളുണ്ട്, അത് കിട്ടില്ല. അപ്പോൾ മിക്കവാറും എക്സാമിന് ഒരിക്കലും നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അങ്ങനെ വരാറില്ല. ഓക്കെ, എങ്കിലും നമ്മൾ സമയമില്ല മെക്കാനിക്സ് എക്സാമിന് സമയം കിട്ടാത്തൊരവസ്ഥ വന്ന അവസാനത്തെ ഇക്വേഷനാണ്. അപ്പോൾ എന്നാലും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഫ്രിക്ഷൻ്റെ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതെന്തായാലും ഇപ്പോൾ ചെയ്യണില്ല, അത് നമുക്കത് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ ബേസ് ചെയ്യാത്ത നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ റെഫറൻസ് ഫിഗർ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, an effort of 200 Newton, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 200 Newton required to just move a certain body up an inclined plane of angle 15 degree. 15 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ഓഫ് 200 Newton ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ. എങ്ങനെയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് പാരലൽ ടു ദ പ്ലെയിൻ. കാരണം എല്ലായ്പ്പോഴും നമുക്ക് പാരലൽ ഫോഴ്സ് അല്ല തരാം, ചില കേസിൽ നമുക്ക് ഇൻക്ലൈൻ ഫോഴ്സുകളും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ വരയ്ക്കാം. ആദ്യത്തെ കണ്ടീഷൻ വരച്ചു. സോ ഓക്കെ, this is our inclined plane. So this is our object. Okay, so I am applying a force. Okay, and I will force ഉണ്ട്. കുറച്ച് this angle they have given as 15 degree and the value of force is 200 Newton. Okay, the first condition. Second condition വായിക്കാം. സെക്കൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കാം. എന്താ? If the angle of inclination of the plane is made 20 degree. ഫസ്റ്റ് കേസിൽ 15 ഡിഗ്രി എന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് കേസ് ഇറ്റ് ഈസ് 20 ഡിഗ്രി. ദ എഫേർട്ട്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈസ് അഗെയിൻ പാരലൽ ടു ദ പ്ലെയിൻ ഫൗണ്ട് ടു ബി 230 ഡിഗ്രി. ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബിയസ്ലി ഫോഴ്സും ഇൻക്രീസ് ആവും. ആൻഡ് ദേ ഹാവ് ഗിവൺ ദാറ്റ് വെൻ വി ആർ ഇൻക്രീസിങ് ദ ആംഗിൾ ദേ ഹാവ് ഇൻക്രീസ് ദ ആംഗിൾ ടു 20 ഡിഗ്രി. ഇൻക്രീസ് ദ ആംഗിൾ ടു 20 ഡിഗ്രി. ആൻഡ് ദേ ആർ കീപ്പിംഗ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് അവിടെ തന്നെ ഉണ്ട്. And we are applying the force. And that force is increased by 230 Newton. Increased to a value 230 Newton. We have to find the weight of the body. ഈ രണ്ട് കേസും കമ്പയർ ചെയ്തിട്ട് we have to find the weight of the body. ഇപ്പോൾ രണ്ട് കേസിലും നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് അത് തന്നിട്ടില്ല, അതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വെയിറ്റ് ഓഫ് ദ ബോഡി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ട് കേസും സിമിലർ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം ആണ്, വെയിറ്റ് ഓഫ് ദ ബോഡിയും സെയിം ആണ്. ഇത് രണ്ട് കേസും കൂടി കമ്പയർ ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ഫോഴ്സ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. പിന്നെ
റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും പെർപെൻഡിക്കുലർ ടു സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. എവിടേക്കാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? നമുക്ക് ആരോട് ചോദിച്ചു ചോദിക്കാം. ഇപ്പം എല്ലാവരും ചോദിച്ച ആൾക്കാരാണ്, അപ്പം അങ്ങനെ ആൾക്കാരൊന്നുമില്ല. സൂര്യജിത്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? സർ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? ടുവേർഡ്സ് കേട്ടില്ല ഞാൻ. ലെഫ്റ്റ്. ടുവേർഡ്സ് ലെഫ്റ്റ്. അതായത് ടുവേർഡ്സ് ലെഫ്റ്റ്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. അതെ, ഡൗൺ. ഓക്കെ, കാരണം എന്താ റീസൺ? കാരണം പുൾ ഫോഴ്സ് മേലോട്ടാണുള്ളതാണ്, അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ കേസിലും ഫോഴ്സ് അപ്വേർഡ് തന്നെയല്ലേ മാർക്ക് ചെയ്ത്? അപ്പൊ എന്തുകൊണ്ടാണ് താഴേക്ക് അല്ലല്ലോ ഫ്രിക്ഷൻ മാർക്ക് ചെയ്ത്? ഏത് മനസ്സിലായോ? കേസിലായിരുന്നു സർ? ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ രണ്ടിലും ഫോഴ്സ് അപ്വേർഡാണ്. ഒരെണ്ണത്തിൽ ഫ്രിക്ഷൻ ഡൗൺവേർഡാ മാർക്ക് ചെയ്തത്, ഒരെണ്ണത്തിൽ അപ്വേർഡാ മാർക്ക് ചെയ്തേക്കുന്നത്. അത് കാരണം അത് സ്ലൈഡിങ് ഡൗൺവേർഡ്സ് ആണ് ഫസ്റ്റത്തെ. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ വെച്ചിട്ടല്ല ഒരിക്കലും നമ്മൾ ഫ്രിക്ഷൻ ഡയറക്ഷൻ പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തുകൊണ്ട് ഫ്രിക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷൻ വന്നു എന്ന് ചോദിച്ചാല് ഫോഴ്സ് അപ്വേർഡാന്ന് ഒരിക്കലും പറയരുത്. എന്താ പറയാ? ഇത് ബോഡി സ്ലൈഡിങ് അപ്വേർഡ്സ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് മൂവ് ദ ബോഡി അപ്പ്, ജസ്റ്റ് മൂവ് ദ ബോഡി അപ്പ് എന്ന് പറഞ്ഞ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ ക്വസ്റ്റ്യനില്? അത് വെച്ചിട്ടാണ് നമ്മൾ പറയാ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ പറയാം കേട്ടോ. ഒരിക്കലും നമ്മൾ ഫോഴ്സ് ആക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല ഫ്രിക്ഷൻ വരിക. ബോഡി ഏത് ഡയറക്ഷനാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ വരിക. ഓക്കെ, താങ്ക് യു. സോറി വോയിസ് പറഞ്ഞില്ല അല്ലേ? മൈക്ക് ഓഫ് ആയി. സോറി. ഓക്കെ, ഫിഗർ വരയ്ക്കുന്നതാണ് നമ്മുടെ മെക്കാനിക്സിലെ പകുതി. ഇപ്പൊ ഇത്രയും ഫിഗർ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗറിന്റെ ഇത്രയും പോർഷൻ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഓൾമോസ്റ്റ്, അതോടുകൂടി നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് റിസോൾവ് ചെയ്യാൻ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലായിട്ട് രണ്ട് ആക്സിസ് വരെ റിസോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും വരച്ച സെയിം ഫിഗർ തന്നെ ഇവിടെ വരച്ചേക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് രണ്ട് ആക്സിസ് വരച്ചിട്ട് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യണം. അത്ര മാത്രമേ നമ്മുടെ വർക്കും കൂടെ ഉള്ളൂ. രണ്ട് ആക്സിസ് വരച്ചിട്ട് നമുക്ക് റിസോൾവ് ചെയ്തിട്ട്
സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഇക്വൽ ടു 0 ഉള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, രണ്ട് ആക്സ് വരച്ച് നോക്കാം നമുക്ക്. So first one is the vertical axis, this is the horizontal axis. അപ്പൊ ആദ്യത്തെ കേസിന്റെ ആൻഡ് നമുക്ക് ഏതൊക്കെ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യേണ്ടി വരും? നമുക്ക് ആകെ കൂടിയിട്ട് ഡബ്ല്യു മാത്രമേ റിസോൾവ് ചെയ്യേണ്ടി വരുള്ളൂ. ഡബ്ല്യുവിന് രണ്ട് കോമൺ ഉണ്ടായിരിക്കും. ദിസ് വിൽ ബി ഡബ്ല്യു സൈൻ 15 ആൻഡ് ദിസ് വിൽ ബി ഡബ്ല്യു കോസ് 15. ഓക്കെ, cos 15. Now, first we will be resolving the force horizontally. Okay, we will be resolving the force horizontally. Resolving the force horizontally. നമുക്ക് ആരുടെ ആരെയും ചോദിച്ചു നോക്കാം. സൂര്യജിത്ത് കഴിഞ്ഞിട്ട് പിന്നെ സുജിഷ്ണ വി പി. ഹലോ സർ. ഇതിലെ ഫോഴ്സുകൾ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് 200 ന്യൂട്ടൺ. പിന്നെ F1 ന്റെ ഇക്വേഷൻ എന്താ വരിക? പിന്നെ F1 is equal to എന്താ ഇത് നമ്മള്? F1 ന്യൂ R1. Okay. ന്യൂ R1. Okay, then പിന്നെ W cos 15. W cos 15 ആണോ W sin 15 ആണോ? sin 15. എന്താ ഇപ്പോഴും കൺഫ്യൂഷൻ ആയി എടുക്കുന്നത്? അല്ല, അത് ആക്സിസ് നോക്കാൻ പെട്ടെന്ന് വിട്ടുപോയി. ഇവിടെയാണ് 15 ഡിഗ്രി വരിക. അപ്പൊ ഇത് cos 15, ഇത് sin 15. ഏതൊക്കെ പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ്? F1 നെഗറ്റീവ്, 200 ന്യൂട്ടൺ പോസിറ്റീവ്, പിന്നെ ഡബ്ല്യുവിന്റെ അത് നെഗറ്റീവ്. ഓക്കെ, താങ്ക് യു. ആൻഡ് സുധമ സ്വാമിനാഥൻ. Hello, sir. What are the vertical forces? Weight W. W vertical ആണോ? According to our reference axis. നമ്മൾ രണ്ട് റെഫറൻസ് ആക്സിസ് വരച്ചില്ലേ? അപ്പോ W cos this is our horizontal reference axis, this is our vertical reference axis. Ini based on this, what are the vertical components? W cos 15. W cos 15, positive or negative? Negative. Then R1. Okay, അപ്പൊ നമുക്ക് ഫിഗർ കിട്ടിയ പിന്നെ ഒക്കെ എഴുതാൻ പറ്റും. Okay, thank you. Okay, now we are going to the equation. നമ്മുടെ equation ഒന്ന് എഴുതി നോക്കാം നമുക്ക്. So solving the force horizontally and vertically. Vertical forceകളായിട്ട് നമുക്ക് വരുന്നത് R1 ഉം W cos 15 ആണ്. So we can write R1 is equal to W cos 15. This is our first equation. ആദ്യത്തെ equation ആയിട്ട് എഴുതാം. Okay. And solving the force along the plane. അല്ലെങ്കിൽ solving force horizontally. Horizontal വരുന്നത് 200 plus ആണ്. And F1 ഉം W-ന്റെ രണ്ട് കോമ്പണന്റ്. W-ന്റെ കോമ്പണന്റും നെഗറ്റീവ് ആണ്. So we will be right 200 is equal to F1 plus W sin 15 എഴുതും. And F1 is replaced by mu into R1 എന്ന് replace ചെയ്യും. So 200 is equal to mu R1 plus W sin 15. അതുപോലെ തന്നെ instead of R1 we are replacing with W cos 15. R1 ന് പകരം we are replacing with W cos 15. So mu W cos 15 plus W sin 15. Common ആയിട്ട് ഏതാ? W രണ്ടിലും കോമൺ ഫാക്ടർ ആണ്. So we'll be taking W outside. So I'm writing the equation 200 is equal to W into mu cos 15 plus sin 15. ഇത് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് റിസോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ബ്ലോക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിസോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി സെക്കൻഡ് ബ്ലോക്ക്, സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. ഇതേ കണ്ടീഷൻ തന്നെ വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പൊ പഴയ പോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സുകളൊന്നും മാറിയിട്ടില്ല. നമുക്ക് വീണ്ടും രണ്ട് റെഫറൻസ് ആക്സിസ് വരും. നമ്മുടെ റെഫറൻസ് ആക്സിസ് ഒന്ന് ഇത് റെഫറൻസ് ആക്സിസ് ആയിരിക്കും, ഇത് നമ്മുടെ സെക്കൻഡ് റെഫറൻസ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറെ ഒരാളോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഫോഴ്സുകൾ, ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ചോദിച്ചു നോക്കാം. സുദർശൻ വി പി. ഹലോ. ഓക്കെ, ഫോഴ്സ് ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ വരിക? ഫൈനൽ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞാൽ മതി.
ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ? ഹൊറിസോണ്ടൽ ആകുമ്പോ F2 സൈൻ F2 സൈൻ 20 F2 സൈൻ 20. F2 സൈൻ 20യോ? നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ നോർമലി എടുക്കുന്ന ഹൊറിസോണ്ടൽ ആക്സിസ് അല്ല. നമ്മൾ ഇതല്ല നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ ആക്സിസ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആക്സിസ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാ? ഇതിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സുകളും സുദർശനം കേക്കല്ലേ? ഹലോ സുദർശൻ, ഹലോ 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 സുദർശൻ. ഓക്കെ, സുദർശൻ പോയിന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. നമുക്ക് രണ്ട് റെഫറൻസ് ആക്സ് ഉണ്ട്. അപ്പൊ രണ്ട് റെഫറൻസ് ആക്സിന് പാരലായിട്ട് ഹൊറിസോണ്ടൽ റെഫറൻസ് ആക്സിന് പാരലായിട്ടുള്ള ഫോഴ്സാണ് ഒന്ന് F2, ഒന്ന് 230. അതേപോലെ ഡബ്ല്യുവിന്റെ സൈൻ കോമ്പണന്റ് W സൈൻ 20. ആ രണ്ട് കോമ്പണൻസ് ആണ് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? 230 ഒരു സൈഡിൽ വരും, F2 W സൈൻ 20 അനദർ സൈഡിൽ വരും. സോ അവർ ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബി 230 is equal to F2 plus sin 20 എന്ന് വരും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ R2 is equal to W cos 20. R2 is equal to W cos 20. പഴയ പോലെ തന്നെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് വരും. നേരത്തെ പോലെ തന്നെ രണ്ട് ഇക്വേഷൻസ് R2 is equal to W cos 20 വരും. ആൻഡ് 230 is equal to F2 plus W sin 20 എന്നുള്ള ഇക്വേഷൻ വരും. അപ്പൊ അതിൽ പഴയ പോലെ തന്നെ നമ്മൾ F2നെ റീപ്ലേസ് ചെയ്യും, μ2 into R2 വെച്ച് റീപ്ലേസ് ചെയ്യും. F2നെ μ2 into R2 വെച്ച് റീപ്ലേസ് ചെയ്യും. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ R2നെ നമ്മൾ റീപ്ലേസ് ചെയ്യും, R2നെ W cos 20 വെച്ച് റീപ്ലേസ് ചെയ്യും. ആൻഡ് വി ക്യാൻ റൈറ്റ് 230 is equal to W into mu cos 20 plus sin 20. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ AX plus BY equal to C എന്ന് പറഞ്ഞ ഇക്വേഷൻ മോഡലിൽ എഴുതിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എന്താ മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷനെ തേർഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 230 divided by 200 is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ W ഒക്കെ ക്യാൻസൽ ചെയ്യാം, ബാക്കി വരുന്ന എന്താ? മ്യൂ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്താൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മ്യൂ. മ്യൂവിന്റെ വാല്യൂ കിട്ടിയാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് W. കാരണം ഈ ഇക്വേഷൻ നമ്പർ 2ലോ ഇക്വേഷൻ നമ്പർ 3ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് W. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനെ എങ്ങനെയാണ് ഫോഴ്സ് റിസോൾവ് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ ബേസ് ചെയ്ത് ഫിഗർ വരയ്ക്കാം, അത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാറുള്ളൂ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഞാൻ PPT ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടുതരാം. തൽക്കാലം ഇപ്പോൾ ഇനിയിപ്പോൾ ഏതാണ് സമയം തരുന്നില്ല. അപ്പൊ നമുക്ക് മ്യൂവിന്റെ വാല്യൂ നമുക്ക് 0.26 വരും, 259 കിട്ടും. ആൻഡ് ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 392 ന്യൂട്ടൺ എന്നുള്ള വാല്യൂ കിട്ടും. കാൽക്കുലേറ്റർ അടിച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്തെന്ന് നോക്കുന്നത്. ഇത്രയും സ്റ്റെപ്പുകളൊന്നും ഇല്ല. ഇപ്പോൾ W ക്യാൻസൽ ചെയ്താൽ മതി. ഇപ്പോൾ ഡബ്ല്യുവിന്റെ വാല്യൂ വീണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 230 ഇത് ഒറ്റ വാല്യൂ ആയിട്ട് നമുക്ക് എഴുതാം. 2.3 divided by 2 എന്ന് വരും. ഓക്കെ, 1.15 എന്നുള്ള വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് ചെയ്താലും മതി. So we will get the value of mu as 0.26, W as 392. ഓക്കെ, അപ്പോ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അതായത് അത് നമ്മളെ ഇക്വേഷൻ ഡയറക്റ്റ് നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ചെയ്താൽ ഇൻക്ലൈൻ സർഫസിന്റെ നോർമൽ ചോദിക്കുന്ന മോഡലുകളൊക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എത്രയും ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാനൊരു ഹോംവർക്കും ഇന്ന് തരാം. അതുപോലെ തന്നെ ഇതിന്റെ PPT ഇടാം, അത് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, അറ്റൻഡൻസ് കുറച്ച് ആൾക്കാരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ലിങ്ക് ഞാനിപ്പോൾ തരാം.
ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് എക്സിറ്റ് ആയി പൊക്കോളൂ. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്ത് തന്നു. ഇപ്പോൾ ഈ സമയം കഴിഞ്ഞല്ലോ, ഈവനിങ് എങ്ങാനും വായിച്ച് നോക്കുമ്പോൾ എന്ത് ഡൗട്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻ നമ്മൾ ഗ്രൂപ്പിൽ ലിങ്ക് ആയിട്ട് ഇട്ടുതരാം.